നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 719. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 207 സർഗത്തിൽ ശ്രുതിഗീത ഭാഗം 3 11ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അത്? പാരിൻ മംഗളം എന്നും ഓർത്ത് അതിലുടൻ ജീവേശ്വരാകാരമാർന്ന് അരുൾ പൂകി മനസ്സു തൊട്ടവ കടാക്ഷം കൊണ്ടു നൽകി വിഭൂ. മായാവിഭ്രമം ആശ്രയിക്കുകയിലും ഉറക്കം പോലെ മാറ്റിയിടും ആ മഹാത്മ്യ വഴിയും മുകുന്ദനെ അലിഞ്ഞ് ഓർക്കേണം എല്ലായ്പ്പോഴും. ശ്രീഹരിനെ സദാസമയത്തും ഓർക്കണം എന്നാണ് പറഞ്ഞത്. അത് ഓർക്കുന്നവർക്കൊക്കെ സുരക്ഷയുണ്ട്, ജീവിതത്തിൽ സുരക്ഷ. ഇനി 208 സർഗം 719 ഭാഗം മൃഗാസുരവധം നോക്കുക. വിഷ്ണുപാദാംബുജധ്യാനം തന്നെ ചെയ്യണം എപ്പോഴും. കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ സർഗത്തിൽ അവസാനം എന്താ പറഞ്ഞത്? അതന്നെ കണ്ടിന്യൂഷൻ. മുകുന്ദനെ സ്മരിക്കാണ്ടിരിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ പറയണു വിഷ്ണുപാദാംബുജ ധ്യാനം തന്നെ ചെയ്യണം എപ്പോഴും. 5 മണിക്കൂർ ഒരു ദിവസം സീരിയൽ കാണുന്നുണ്ട് ആൾക്കാർ. ഇതങ്ങനെ പോരാ, ഓരോ ശ്വാസനിശ്വാസത്തിലും വേണം സുരക്ഷയുണ്ട്. അത് ശ്രദ്ധിക്കണം. സുരക്ഷ വേണോ? സദാസേവ്യ ഭാഗവതം. ഈ വണ്ണം അരുളി കേട്ടു ചോദിച്ചു ഗുരുനന്ദനൻ. അതായത് പരീക്ഷിത്ത് ചോദിച്ചു. എന്താ ചോദിച്ചത്? ലക്ഷ്മീശനെ ഭജിക്കുന്നോരെത്ര പേരോ ദരിദ്രരാം, കബർദിപാദാശ്രിതരോ ധനാഢ്യരും ഇതെങ്ങിനെ. വളരെ ഗൗരവമുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്താ ചോദ്യം? ലക്ഷ്മീശനെ ഭജിക്കുന്നേരത്ര പേരോ ദരിദ്രരാം, കബർദിപാദാശ്രിതരോ ധനാഢ്യരും ഇതെങ്ങനെ. ശിവനെ ഭജിക്കുന്നവർ പൊതുവെ ധനാഢ്യരാണത്രേ. ലക്ഷ്മിയുടെ ഈശ്വരനായിരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കുന്നവരോ ദരിദ്രരായി കാണുന്നു. ഇതിനെന്താ കാരണം? അപ്പോൾ സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ് സംവാദ രൂപത്തിലെ എല്ലാ പുരാണങ്ങളുടെയും കണ്ടൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 3ാമത്തെ ശ്ലോകം. ബ്രഹ്മർഷി അരുളി ചെയ്താൻ അഹങ്കാരാഭിമാനിയാം ശിവൻ. ഇതെല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ സത്യത. ബ്രഹ്മർഷി അരുളി ചെയ്താൻ. ആരാ ബ്രഹ്മർഷി? ശുഖബ്രഹ്മർഷി പറഞ്ഞു പരീക്ഷത്തിനോട്. ബ്രഹ്മർഷി അരുളി ചെയ്താൻ അഹങ്കാരാഭിമാനിയാം ശിവൻ. ശിവൻ അഹങ്കാരത്തിൻ്റെ അഭിമാനിയാണ്. കാശ് കൊടുക്കും, അതേമാതിരി തന്നെ കാശ് പോവുകയും ചെയ്യും. വിഷ്ണു അങ്ങനെയല്ല. വിഷ്ണു സാത്വിക ഗുണത്തിൻ്റെ ആളാണ്. അപ്പോൾ എഫർട്ട്സ് എടുക്കാതെ കൊണ്ടൊന്നും നടക്കില്ല. പിന്നെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യും വേണം. കോഡ് ഓഫ് കണ്ടക്റ്റ് എന്താ? കോഡ് ഓഫ് കണ്ടക്റ്റ് നിഷ്കാമ കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. നിഷ്കാമ കർമ്മം. അപ്പോൾ ശിവൻ ബ്രഹ്മർഷി അരുളി ചെയ്താൻ അഹങ്കാരാഭിമാനിയാം ശിവൻ. ഓർത്തിയിടണം ശക്തിയുക്തൻ ഐശ്വര്യവാരിധി. ഓർത്തിയിടണം ശക്തിയുക്തൻ. കൂടെ ആരാ ശിവൻ്റെ ഒപ്പം? പാർവതീദേവി.
ത്രിപുര സുന്ദരിയാണ് അല്ലേ. ശക്തിയുക്തൻ ഐശ്വര്യവാരിധി ദോഷം ഓർത്തത് കൊൾവീല എങ്കിലും ദോഷം ഓർത്തുകൈ കൊൾവീല. വരം കൊടുക്കുമ്പോൾ അതിൻ്റെ അപകടം എന്താണെന്നുള്ളത് ശിവൻ ആലോചിക്കില്ല, വരം കൊടുക്കും. നേരെ മറിച്ച് വിഷ്ണു അങ്ങനെയല്ല, ആലോചിച്ചിട്ട് വരം കൊടുക്കും. അതുകൊണ്ടാണ് ദോഷം ഓർത്തുകൈ കൊൾവീല എങ്കിലും കൃപയൊന്നിനാൽ ഉപാസകൻ്റെ നിർബന്ധം കൊണ്ടു നൽകുന്നതാം പ്രഭു. ഉപാസന ചെയ്യുന്ന ആളുടെ ശാഠ്യത്തിന് വഴിപ്പെടും. ആര്? ശിവൻ. ഭഗവാൻ ശ്രീഹരി വഴിപ്പെടില്ല തന്നെ. സത്വൈകമൂർത്തിയാം സാക്ഷാൽ കമലാവരൻ ഈശ്വരൻ. സത്വൈകമൂർത്തി സാത്വിക ഗുണത്തിൻ്റെ മൂർത്തിയാണ്. സാക്ഷാൽ കമലാവരൻ ഈശ്വരൻ സ്വഭക്തന്നു ധനം നൽകിയിടായവതും കൃപ തന്നെയാം. ഇത് ഒരു സമാധാനിക്കാനുള്ളതാണ്, ശാശ്വതമായ സമാധാന, ഡിവൈൻ അഡ്വൈസാണ്. എന്തുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തന് ഐശ്വര്യം കൊടുക്കണില്ല? ഐശ്വര്യം കൊടുത്താൽ മതം കൊണ്ട് അന്ധനായിത്തീരും. കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ, അതിൽ മതം കൂടും. എന്നിട്ട് ഈശ്വരോപാസന നിർത്തും. അപ്പോൾ ഐശ്വര്യം അനർഹൻ്റെ കയ്യിൽ കൊടുത്ത കൂടുതലാവും. അതുകൊണ്ട് ഉപാസകൻ്റെ അപ്പോൾ പറഞ്ഞു സത്വൈകമൂർത്തിയാം സാക്ഷാൽ കമലാവരൻ ഈശ്വരൻ സ്വഭക്തനുധനം നൽകിയിടായവതും കൃപ തന്നെയാം. എന്തുകൊണ്ടാണ് കുചേല ബ്രാഹ്മണനെ ഇന്നും ആൾക്കാർ ബഹുമാനിക്കണത്? ഭഗവാൻ അദ്ദേഹത്തിന് ധനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതന്നെ പറഞ്ഞു. നിൻ പിതാമഹൻ ഈ ചോദ്യം ചോദിച്ചളവിൽ ഓതിനാൻ. എൻ്റെ പിതാമഹൻ മുതുമുത്തശ്ശൻ അല്ലേ ചോദിക്കണ്ടായി. അപ്പോൾ പറഞ്ഞു നിഖിലേശ്വരനാം കൃഷ്ണൻ അതു ഞാൻ ഉര ചെയ്തിടാം. അപ്പോൾ കൃഷ്ണൻ അതിന് ഉത്തരം പറയണ്ടായി എൻ്റെ പിതാമഹനോട്. അത് ഞാൻ നമുക്ക് പറയാം, അപ്പോൾ നമുക്ക് ബോധ്യവും. അനുഗ്രഹിക്കുവാനോർക്കിൽ അവൻ്റെ ധനമാധ്യമായി അകറ്റും മെല്ലെ ഞാൻ ഉള്ളിൽ തെങ്ങും ഗർവങ്ങൾ നീങ്ങുവാൻ. ഞാനവിടെ ഒരു കമൻ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വെരി ട്രൂ എന്ന്. ഞാൻ പ്രസംഗമധ്യേ ഇത് പറയാറുണ്ട്. ശ്രീഹരിനെ പൂജിക്കുന്നവർ ശ്രീഹരിയുടെ തിരുപാദപത്മങ്ങളെ പൂജിക്കുമ്പോൾ തൻ്റെ ഭക്തനാണ് ഇവൻ എന്ന് പറയാറാവുമ്പോൾ എങ്ങനെയാ ഭഗവാൻ ആ ഭക്തൻ്റെ ധനത്തിനെ ഹരിക്കും, ഉറ്റവരെയും ഉടവരെയും ശത്രുവാക്കി തീർക്കും. എന്നിട്ടും നമ്മൾ ഭഗവാന്റെ ഭക്തനായി തീരാൻ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ദി ലൈഫ് ടൈം നമ്മൾ സേവാണ്. എന്നെ പോലെ എൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സുസ്മേരവദനായിട്ട് നടത്തിക്കൊണ്ട് തരികയാണ്. ഇപ്പോൾ ഞാൻ തമാശയ്ക്കാണെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. എൻ്റെ ക്രെഡിറ്റിൽ ദർ ആർ 4000 പ്രഭാഷണമുണ്ട് യൂട്യൂബിൽ. ധാരാളം വ്യൂസും ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കമ്മിയാണ്. അത് കാരണം എനിക്ക് സമ്പാദ്യമില്ല, വേണ്ട. നേരെ മറിച്ച് ആന ഓടിയത് ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സിന് ലക്ഷങ്ങൾ വരുന്നുണ്ട്. പാട്ട് പാടിയിട്ട് കൊതുവിനെ തുരത്താൻ എന്താണ് വിദ്യ, അത് പറഞ്ഞിട്ട് ഉപ്പിലിട്ട് ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കാശുണ്ടെങ്കിലും എങ്ങനെയാണ് ഭക്തിമാർഗത്തിൽ ഫോർവേഡ് ആവുക, അതാണ് എൻ്റെ സബ്ജക്റ്റ്. എനിക്ക് നിതാന്തമായ ശാന്തിയും സമാധാനവും ഉണ്ട്. കുട്ടികളെയൊക്കെ ഭഗവാൻ നല്ല നിലയിൽ രക്ഷപ്പെടുത്തി. എനിക്ക് മര്യാദ പെൻഷനുണ്ട്, സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ആർത്തി നടക്കില്ല എന്ന് മാത്രം. ധാരാളിത്തം പറ്റില്ല, വേണ്ട. എന്തിനാ ധാരാളിത്തം? കാര്യങ്ങൾ നടക്കണില്ല. അതിനേക്കാൾ വലിയ എന്നാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടേന്. ഈവൻ എൻ്റെ വീട്ടുകാർക്ക് കൂടി അറിയില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പോൾ. ഇയാൾ കിട്ടുന്നതൊക്കെ കുറേ ദാനം ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ. പക്ഷേ ഞാൻ ഈ സബ്ജക്റ്റ് മനസ്സിലാക്കിയ കാരണം കൊടുക്കണതാണ് മഹിമ, വാങ്ങണതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിഖിലേശ്വരനാം. അപ്പം നിൻ പിതാമഹൻ ഈ ചോദ്യം ചോദിച്ചളവിലോതിനാൻ. നിഖിലേശ്വരനാം കൃഷ്ണൻ അതു ഞാൻ ഉര ചെയ്തിടാം. അനുഗ്രഹിക്കുവാനോർക്കിൽ അവൻ്റെ ധനം ആദ്യമായി അകറ്റും. മെല്ലെ ഞാൻ ഉള്ളിൽ തിങ്ങും ഗർവങ്ങൾ നീങ്ങുവാൻ. എന്തിനാ ഭഗവാൻ ഭക്തൻ്റെ ധനത്തിനെ അപഹരിക്കണത്? ഉള്ളിലുള്ള ഗർവങ്ങൾ തീർക്കാൻ, നമ്മളെ പരിഭാഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ക്യൂ നിൽക്കണവർക്കൊന്നും ഇതറിയില്ല കേട്ടോ. ഈ വസ്തുത മനസ്സിലാക്കിയാൽ ഗുരുവായൂർ അമ്പലത്തിൽ തിരക്കുണ്ടാവില്ല. ഞാൻ തുറന്നു പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് അവൻ്റെ ധനം ആദ്യമായി അകറ്റും. മെല്ലെ ഞാൻ ഉള്ളിൽ തെങ്ങും ഗർവങ്ങൾ നീങ്ങുവാൻ. ബന്ധുക്കൾ പോലും അവനെ ത്യജിക്കും പാരിൽ അങ്ങനെ. ഉറ്റവരും ഉടയവരും അവനെ ഒഴിവാക്കും. അത് കണ്ടിട്ട് ഇദ്ദേഹം രസിക്കും. ആരാ? ഭഗവാൻ. കാരണം എന്താ? ഇപ്പോൾ എൻ്റെ ഭക്തൻ പരിഭാഗമായി, ഇനി അയാളെ കൊണ്ട് ദോഷം ഉണ്ടാവില്ല. ഇതാണ് ഹരിയുടെ ചിന്തനം. ശിവൻ അങ്ങനെയല്ല. കൊണ്ടുപോയിക്കോ, നീ എന്ത് വേണമെങ്കിൽ തൊലഞ്ഞു പോ. അങ്ങനെയാണ്. അപ്പോൾ ബന്ധുക്കൾ പോലും അവനെ ത്യജിക്കും പാരിൽ അങ്ങനെ. ഭക്തോത്തമന്മാരിൽ അവൻ ആദരം തോന്നും ആ വിധം. ഭക്തോത്തമന്മാരിൽ അവന് ആദരം തോന്നും ആ വിധം. എൻ്റെ നേർക്കും മാത്രമായി തീരും അവൻ്റെ ഹൃദയാംബുജം. അപ്പോൾ അവൻ എൻ്റെ ഭക്തൻ ആദരല്ല, അനാദരം എന്നാ വാക്ക്. ഭക്തോത്തമന്മാരിൽ അവൻ അനാദരം തോന്നും ആ വിധം. അതായത് ബന്ധുമിത്രാദികൾക്ക് ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ സഹതാപം ഉണ്ടാവില്ല, അനാദരം തോന്നും. കാരണം എന്താ? അവനും അവൻ്റെ ഒരു ഭക്തി. സത്യമല്ലേ? അതാണ് സത്യം. അപ്പോൾ എൻ്റെ നേർക്കു മാത്രമായി തീരും അവൻ്റെ ഹൃദയാംബുജം. നാരായണ നാരായണ എന്ന് ചെല്ലാൻ മാത്രമേ അവന് പറ്റൂ. അത് മതി, അവൻ രക്ഷപ്പെടും. മറ്റും പല മട്ടിലും മാം എന്ന അനുഗ്രഹ രീതികൾ. അപ്പോൾ ശ്രീഹരിയുടെ അനുഗ്രഹത്തിന് പല രീതികളുണ്ട്. ഒരു രീതി ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ കെട്ടിവെച്ച ധനം ഉണ്ടാവില്ല, വേണ്ട. മറ്റും പല മട്ടിലുമാം എന്ന അനുഗ്രഹ രീതികൾ. താൽക്കാലിക സുഖത്തിൻ്റെ വിഘ്നമോർത്തു പലവരും അടുത്തിടുകയില്ലെന്നോട് അത്ര വേഗം ജഗത്ത് ഇതിൽ. ആഹാ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ശരിയല്ലേ? ഞാൻ 5000 ഫ്രണ്ട്സ് ഉള്ളപ്പോഴും ഇപ്പം എനിക്ക് അത്ര ആയിട്ടില്ല. കാരണം എൻ്റെ 2-3 പ്രാവശ്യം ഹാക്കായിപ്പോയി. സാരമില്ല. പിന്നെ പാസ്വേഡ് അറിയാണ്ടിയും പോയി, പുതിയ ഫോൺ വന്നപ്പോൾ. ഞാൻ ഭാഗവതത്തിലെ ചില നുറുങ്ങുകൾ ദിവസേന ടൈം ലൈനിൽ ഇടും. ആരും കണ്ടു എന്ന് നടിക്കില്ല. കാരണം എന്താ? ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങളുണ്ട്. എല്ലാവർക്കും കുറുക്കുവഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ടോയെന്നാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ സപ്താഹത്തിന് പോകുമ്പോൾ ചോദിക്കും, തിരുമേനി. അപ്പോൾ ഞാൻ തിരുമേനിയല്ല. അല്ല, ആരായിക്കോട്ടെ, ആചാര്യനല്ലേ. കുറുക്കുവഴി ഇല്ല, കുറുക്കുവഴിയില്ല. അതാ പറഞ്ഞത്. അപ്പോൾ താൽക്കാലിക സുഖത്തിൻ്റെ വിഘ്നം ഓർത്തു പലവരും അടുത്ത് ഇടുകയില്ല എന്നോട് അത്ര വേഗം ജഗത്ത് ഇതിൽ. ആകയാൽ അന്യദൈവത്തെ ഭജിച്ച് ഇഷ്ടങ്ങളൊക്കെയും കൈവന്നു ജീവിതോദ്ദേശം മറന്നുല്ലാസമേൽക്കയാം. ഇതിനേക്കാൾ വലിയൊരു സത്യസന്ധമായിട്ടുള്ളൊരു ആവിഷ്കാരം ഞാൻ കണ്ടിട്ടില്ല. ഇതറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ നാരായണീയം വായിക്കുന്നത്. നാരായണത്തിലുള്ളത് ഇവർക്ക് അറിഞ്ഞിട്ടല്ലല്ലോ. ഇതിലെന്താ പറഞ്ഞത്? ആകയാൽ അന്യദൈവത്തെ ഭജിച്ച ഇഷ്ടങ്ങളൊക്കെയും കൈവന്നു ജീവിതോദ്ദേശം മറന്നുല്ലാസമേൽക്കയാം. എന്താ മറക്കണത്? മരണം സ്വാഭാവികമാണെന്ന് നമ്മൾ മറക്കണു. അരുതാത്തതൊക്കെ നമ്മൾ ചെയ്യണു. പണിഷ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണില്ല. അത്രയേ ഉള്ളൂ.
ബ്രഹ്മർഷി ചൊല്ലിനാൻ വീണ്ടും വിഷ്ണുവേക്കാളും എത്രയും ക്ഷണം സംപ്രീതരായി തീരും ദൈവങ്ങൾ മന്നിതിൽ ശക്തിസ്വരൂപിണി. അതായത് ദേവിമാർ, ശിവൻ പോലെയുള്ളവർ. ഈ സിനിമാ സ്റ്റാർസൊക്കെ പോണ സ്ഥലങ്ങളുണ്ട് പലതും, ചാത്തൻ സേവ, അവിടെയൊക്കെ കോടികളാ മറിയ, അതേമാതിരി കിട്ടും ഇവർക്ക്. പക്ഷേ അവരുടെയൊക്കെ അന്ത്യം മഹാമോശമാണ്. സിനിമ ആൾക്കാരുടെയൊക്കെ, സിനിമ എന്നല്ല, ധനവാന്മാരുടെയൊക്കെ ഇൻ ടോട്ടൽ. അപ്പോൾ ബ്രഹ്മർഷി ചൊല്ലിനാൻ വീണ്ടും വിഷ്ണുവേക്കാളും എത്രയും ക്ഷണം സംപ്രീതരായി തീരും അന്യദൈവങ്ങൾ മന്നിതിൽ. അതിന് തെളിവായോതാം പഴയ ചരിതം ഒന്നു ഞാൻ. വൃകൻ എന്നൊരു ദൈത്യേന്ദ്രൻ വീണാധരമുനീന്ദ്രനെ ആരെ? സാക്ഷാൽ നാരദരെ. അതിനു തെളിവായോതാം പഴയ ചരിതമൊന്നു ഞാൻ. വൃകൻ എന്നൊരു ദൈത്യേന്ദ്രൻ വീണാധരൻ മുനീന്ദ്രനെ വഴിയിൽ കണ്ടു ചോദിച്ചു. വാനവന്മാരിലേവനാം, അത് ദേവന്മാരിലെ ഏവനാം ക്ഷിപ്രപ്രസാദി എന്ന് ഓതിക്കൊടുത്താൻ ത്രിപുരാരിയെ. ശിവനെ ഭജിച്ചോളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. സേവിച്ചുകൊള്ളുവാൻ ദോഷിക്കും കോപിക്കും അണുതെറ്റുകിൽ. ഒരു കാര്യം പറഞ്ഞു, പെട്ടെന്ന് അദ്ദേഹം ഇഷ്ടപരം ചെയ്യും, പക്ഷേ അദ്ദേഹം കോപിച്ചാൽ അരനിമിഷം കൊണ്ട് എല്ലാം തകർക്കും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ വിഷ്ണു രണ്ടിനും പോവില്ല, തലോടാനും പോവില്ല, ശിക്ഷിക്കാനും പോവില്ല. നീയായി നിൻ്റെ കർമ്മഫലായി, ഞാനൊന്നും അറിഞ്ഞില്ല നാരായണ എന്ന് പറയാതെ. പക്ഷെ എന്നെ പോലുള്ളവർക്ക് വിഷ്ണുവാണ് ഇഷ്ടം. കാരണം എന്താ? ഹരി ബോൽ ഹരി ബോൽ ഹരി ഹരി ബോൽ, സദാസമയത്തും ഹരി ബോൽ ഹരി ബോൽ ഹരി ഹരി ബോൽ. കാരണം എന്താ? വി ആർ ദി സേഫസ്റ്റ് എന്ന് ഞങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ വേദാന്തം പഠിക്കുക, ഒന്നിലും ആപത്ശങ്ക ഇല്ലാണ്ട് കൃഷ്ണ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. തലമപ്പന്ത് കളിക്കുമ്പോൾ എൻ്റെ പ്രായക്കാരൊക്കെ അറിയാം, ഓടി പറഞ്ഞിട്ടൊന്നുണ്ട്. അങ്ങനെ ഓടി മൂപ്പര് നമ്മളെ കാലുകൊണ്ട് തട്ടും, അപ്പോഴും രണ്ട് കൈ കൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുക. അതൊരു സുഖ. പുറം കാലുകൊണ്ട് തട്ടണവനെ കെട്ടിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു എന്താണെന്നാ പറയുക, ദൃഢത വേണം മനുഷ്യന്. പ്രംശയം. അപ്പോൾ സേവിച്ചുകൊള്ളുവാൻ ദോഷിക്കും കോപിക്കും അണുതെറ്റുകിൽ വെറും സ്തുതികളാൽ മാത്രം പ്രസാദിച്ചു മഹേശ്വരൻ. വെറുതെ ഇങ്ങനെ സ്തുതിച്ചാൽ മതി. ശിവപെരുമാൾ അനുഗ്രഹം വർഷിക്കുന്ന പറഞ്ഞത്. ദശാസ്യൻ ബാണൻ ഈ രണ്ടുപേർക്കും അക്ഷയമാം ധനം വാരിയെടുത്ത് അമ്പാർന്നേകിനാനതു കാരണം. ശിവനെ സന്തോഷിപ്പിച്ചതിൽ വിജയിച്ച രണ്ടാൾക്കാരാണ്. ഒന്ന് രാവണൻ, ചന്ദ്രഹാസം കൊടുത്തു കയ്യിൽ. പിന്നെ ഒന്ന് ബാണൻ, 1000 കൈകൾ കൊടുത്തു. അപ്പോൾ രാവണൻ അധികം കാലം നിന്നില്ല, ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. ബാണനെ ശ്രീകൃഷ്ണൻ 996 കൈകൾ മുറിച്ച് കളഞ്ഞു, വാഴപ്പിണ്ടി അരിയണ കൂടുതൽ. മാഴുകേണ്ടി വന്നതും ശിവപെരുമാളുടെ അനുഗ്രഹം കിട്ടിയിട്ടും മാഴുകേണ്ടി വന്നു. നേരെ മറിച്ച് സാത്വികമൂർത്തിയായിരിക്കുന്ന വിഷ്ണുവിനെ സേവിച്ചവന് ഒരിക്കലും ദുഃഖം വരില്ല. ഇതാണ് അറിയേണ്ടത്. പറഞ്ഞേ. അപ്പോൾ ദശാസ്യൻ ബാണൻ ഈ രണ്ടുപേർക്കും അക്ഷയമാന്തനം വാരിയെടുത്തമ്പാർന്നേകിനാനതു കാരണം. മാഴ്കേണ്ടി വന്നതും മറ്റും എങ്ങെങ്ങും സുപ്രസിദ്ധമാം വൃകൻ കേദാരഘട്ടത്തിൽ ചെന്നുടൻ നിജമാം സമം. അപ്പോൾ വൃകാസുരൻ എന്തു ചെയ്തു? കേദാരഘട്ടത്തിൽ ചെന്നുടൻ നിജമാംസം, തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം അറുത്ത് ഭഗവാന് ഹോമിക്കാൻ തുടങ്ങി. അറുത്തറുത്ത് ഹോമിപ്പാൻ തുടങ്ങിയത് കശ്മലൻ ആ മട്ടിൽ 7 നാളായും അഭീഷ്ടം കൈവരാകയാൽ. 7 ദിവസം ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങൾ കത്തികൊണ്ട് എടുത്ത് ഹോമിച്ചിട്ടും ഭഗവാൻ
പ്രീതിയായില്ല. അപ്പോൾ തല ഖണ്ഡിക്കാനുള്ള ശ്രമമായി. അപ്പോൾ ആ മട്ടിൽ 7 നാളായും അഭീഷ്ടം കൈവരായകയാൽ ശിവൻ പ്രത്യക്ഷമാവാഞ്ഞ് നൈരാശ്യത്തോടെ ദാനവൻ കഴുത്തറുത്തു ഹോമി പാനുടൻ വാളൂരി നിൽക്കവേ. കഴുത്ത് വെട്ടി ഹോമിക്കാൻ തീരുമാനിച്ചു അയാൾ. അപ്പോഴേക്കും ശിവൻ വന്ന് കൈപ്പിടിച്ചു. മറ്റാളാണെങ്കിൽ വെട്ടിക്കോട്ടെ വിചാരിക്കും. പ്രദോഷമുണ്ടോ? പെട്ടെന്നു ഹോമകുണ്ടത്തിൽ നിന്നെഴുന്നേറ്റു ദൂർജടി. ശിവൻ ഹോമകുണ്ടത്തിൽ നിന്ന് പ്രത്യക്ഷമായി. കൈപിടിച്ചരുളി ചെയ്താൽ നിർത്തേണം ഇതു സാഹസം. ഈ സാഹസത്തിൽ നിന്ന് അങ്ങ് പിന്തിരിയണം എന്നായി ഭഗവാൻ. ഗംഗാജലം കൊണ്ടുപോലും പ്രീതൻ ഞാൻ എന്നിരിക്കവേ. വെറുതെ ഗംഗയെ ഗംഗയെ ഗംഗെ പറഞ്ഞിട്ട് ഒരു ശംഖുതീർത്ഥം ശിവലിംഗത്തിൽ ഒഴിച്ചാൽ ശിവൻ പ്രത്യക്ഷവും. മൂപ്പർക്ക് അത്ര മതി. അതാണ്. അതിനനുസരിച്ചിട്ട് തന്നെ മൂപ്പര് സന്തോഷം കൂടെ എന്ത് പണി തരും. ഗംഗാജലം കൊണ്ടുപോലും പ്രീതൻ ഞാൻ എന്നിരിക്കവേ കഴുത്തറുത്തി വിധം നീ കടും കൈ ചെയ്വതെന്തിനാം ചോദിച്ചു. അഭീഷ്ടം എന്തും നൽകിടാം ചോദിച്ചാലും അസംശയം. എന്താ ഇഷ്ടമുള്ള ചോദിച്ചോളൂ, ഞാൻ തരാം. ഇങ്ങനത്തെ ഘോര കൃത്യങ്ങളിൽ നിന്ന് മുതിര് തട്ടുക എന്ന് പറഞ്ഞു. തൃക്കൈ തട്ടുകയാൽ പൂർവാധികം ശോഭിച്ചു ദാനവൻ. ഭഗവാന്റെ തൃക്കൈയെ അദ്ദേഹത്തിന് സ്പർശിക്കുക കാരണം 10 മടങ്ങ് ചൈതന്യവാനായി. ആരെ? മൃഗാസുരൻ. ചോദിച്ചാൻ വരം ഈ വണ്ണം മഹാപാപി ഭയങ്കരൻ. വളരെ ഗൗരവമായിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താ? ഉദ്ദേശമില്ലാതെ ഈ വണ്ണം ഉദ്യമത്തിനൊരുങ്ങിയോൻ ഏതേതവൻ്റെ തലയിൽ ചെന്നു ഞാൻ കൈകൾ വയ്ക്കുമോ ആശ്ചര്യമാം വിധം ഭസ്മമാകണം ഞൊടി കൊണ്ടവൻ. അവൻ ചോദിച്ച വരം ദശുണ്ടോ? ഈ മറ്റുള്ളവരെ യുദ്ധത്തിൽ പലതരത്തിൽ തീക്ഷ്ണമായ ശരങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന് കുറേ മന്ത്രങ്ങളൊക്കെ പഠിക്കണം. അവിടുന്ന് ആഗ്നേയം വരുമ്പോൾ ഇവിടുന്ന് വരുണാസ്ത്രം തൊടുക്കണം. അവിടെ വരുണാസ്ത്രം വരുമ്പോൾ ഇവിടുന്ന് ആഗ്നേയം എന്താ പറയുക, അയക്കണം. അപ്പോൾ അതിനൊരുപാട് പഠിക്കണം. അതിനൊന്നും എനിക്ക് സമയമില്ല. പക്ഷേ ഞാൻ എൻ്റെ കയ്യെ ആരുടെ തലയ്ക്ക് മീതെ തൊട്ടുവോ അപ്പോൾ അവൻ ഭസ്മാവണം. എനിക്ക് ഈ വരാ വേണ്ടത് എന്ന് പറഞ്ഞു. ചോദിച്ചോളാൻ പറയുകയും ചെയ്തു. ഇതിന് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. ഇതേമാതിരിയുള്ളൊരവസ്ഥ വിഷ്ണുവിന് വരില്ല. കാരണം എന്താ? വിഷ്ണു അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അതന്നെ പ്രദോഷമില്ലേ? വളരെയധികം പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ് ഉള്ളവർക്ക് വിഷ്ണു ഭജനം. പിന്നെ ഇപ്പോൾ പലവരും പല പാട്ടൊക്കെ പാടും. അത് തന്നാൽ ഇത് തരാം, ഇത് തന്നാൽ അത് തരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അതിനൊന്നും അർത്ഥമില്ല. ഭാഗവതം എന്തു പറയണു? ഞാനതിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. പ്രദോഷയില്ലേ? അപ്പോൾ ഏതേതവൻ്റെ തലയിൽ ചെന്നു ഞാൻ കൈവയ്ക്കുമോ ആശ്ചര്യമാം വിധം ഭസ്മമാകണം ഞൊടി കൊണ്ടവൻ. കരുണാനിധി ഞെട്ടിപ്പായി ഒന്നു സർവജ്ഞൻ ആവിധം ഭഗവാൻ മന്ദഹാസം പൂണ്ട് അമൃതം പാമ്പിനെ കൈകിണാൻ. അമൃതം പാമ്പിന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പാമ്പിന് അമൃതം കൊടുക്കരുത്. കാരണം എന്താ? അല്ലെങ്കിൽ തന്നെ ക്രൂരദൃഷ്ടിയുള്ളവരവർ. നാഗന്മാർ, സർപ്പങ്ങളൊക്കെ പെട്ടെന്ന് ക്ഷോഭിക്കും. അവരറിയാതെ തന്നെ വിഷം തുപ്പും. അവർ ശീൽക്കാരിട്ടാൽ മതി. ഒന്ന് ദീർഘമായിട്ട് നിശ്വസിച്ചാൽ കരിയും ഇലകളൊക്കെ. പിന്നെ ജീവൻ്റെ കാര്യം പറഞ്ഞോ. കരുണാനിധി ഞെട്ടിപ്പോയി ഒന്നു സർവജ്ഞൻ ആവിധം ഭഗവാൻ മന്ദഹാസം പൂണ്ട അമൃതം പാമ്പിനേകിനാൻ. ഗൗരീഹരണം മുൾക്കാമ്പിലോർത്തിയിടും ആസുരാധമൻ. അപ്പോൾ പരമശിവൻ താൻ ചോദിച്ച വരം തന്നപ്പോൾ ഇനിയിപ്പോൾ ഇയാളുടെ ഭാര്യേനെ തന്നെ നമുക്ക് കട്ടുകൊണ്ടുപോവാ. ഇയാൾ വരില്ലല്ലോ. വന്നാൽ നമ്മൾ തലയിൽ കൈ വെച്ച ആൾ മരിക്കില്ലേ? ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ കുതന്ത്രം. ഗൗരീഹരണം മുൾക്കാമ്പിലോർത്തിയിടും അസുരാധമൻ. വേറൊരാളുടെ ഭാര്യേനെ കക്കുക എന്ന് പറഞ്ഞാൽ അവൻ അധമനാണെന്ന്
6, 8, 10, 12 വയസ്സ് നമ്മൾ പഠിച്ചാൽ പിന്നെ ഈ ദുർദശ സമൂഹത്തിന് വരുമോ? ചോദിച്ചതിന് നിങ്ങൾ സമാധാനം പറഞ്ഞു. ഇത് കേട്ടിട്ടുള്ളവർ യെസ് എന്ന് പറയണം എൻ്റെ അടുത്ത് മെസ്സേജിൽ. അങ്ങനെ പറയാൻ അധികം ആൾക്കാരുണ്ടാവില്ല. കാരണം ഞാനൊരു 30-31 മിനിറ്റ് ഇടുന്നതിൽ ശരാശരി 2.5 മിനിറ്റ് 1.25 മിനിറ്റാണ് ആൾക്കാർ കാണുന്നത്. അതിൽ ഒരാളോ രണ്ടാളോ മുഴുവൻ കേൾക്കുന്നുണ്ടാവും. പക്ഷേ അപ്പോൾ ബാക്കിയുള്ളവർ അത്രയും ഇല്ല എന്നർത്ഥം. എന്നാലും ഞാനിത് വിടില്ല. കാരണം എന്താ? ഇത് എൻ്റെ ഒരു കോൺട്രാക്റ്റാണ്. ഞാൻ ജീവിച്ചിരിക്കും കാലം വരെ ശ്വാസം ഇരുന്ന് വായിക്കാൻ പറ്റണ വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നാരായണ ജപിച്ചുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കൈ കിട്ടാണ്ടിരിക്കില്ല ആ സമയത്ത്. ഇപ്പോൾ നാരായണ ജപ മഹാത്മ്യം വായിച്ചപ്പോൾ ഞാൻ 4000 എപ്പിസോഡ് പറയുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ധൈര്യമുണ്ട്. ഇനി ബോണസ് എത്ര കാലം ജീവിതച്ചാത്ര കാലം. ഒരു അരമണിക്കൂർ വീഡിയോ തുറന്നു വെച്ചിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ ജപിക്കും. നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളിൽ, വേണ്ടെങ്കിൽ വേണ്ട. അത്ര ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിനാൻ മൃടന്യങ്ങെങ്ങും ദൈത്യേന്ദ്രനെയും ആവ്യതം വീണു പോംവ്യതം ഓടിച്ചും കൊണ്ട് വൈകുണ്ഠമാം വരെ. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ? ഗൗരീഹരണം മുൾക്കാമ്പിലോർത്തിയിടും മസുരാധമൻ ഉടൻ വരം പരീക്ഷിപ്പാൻ കയ്യും പൊങ്ങിച്ചടുക്കവേ. വരം തന്നു. ഇത് ഫലിക്കില്ലേ എന്നുള്ളത് അറിയണ്ടേ? എന്നാൽ ആദ്യം തൻ്റെ ശിവൻ്റെ തലയിൽ തന്നെ കൈ വച്ചളയാം വിചാരിച്ചിട്ട് കൈയോർത്തി ചെല്ലുമ്പോഴാണ് പരമശിവൻ തുടങ്ങിയ ഓട്ടം. ഉടൻ വരം പരീക്ഷിപ്പാൻ കയ്യും പൊങ്ങിച്ചടുക്കവേ ഓടിനാൻ മൃടൻ എങ്ങെങ്ങും ദൈത്യേന്ദ്രനെയും ആവതും വീണുപോം വിധം ഓടിച്ചും കൊണ്ട് വൈകുണ്ഠമാം വരെ. എല്ലാ ലോകാലോകങ്ങളൊക്കെ ചുറ്റി ഉന്നവിടെയായിരുന്നു വൈകുണ്ഠം. അവിടെ ഒരാളുണ്ട്, എന്നെപ്പോലെ പെട്ടെന്ന് വരം കൊടുക്കാത്ത ഒരാൾ. മൃഡനോ ഓടൊരിടം നിൽപ്പാനരുൾ ചെയ്തു അംബുജേക്ഷണൻ. ശിവനോട് ഭഗവാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തൽക്കാലം താൻ ഒന്ന് മറിഞ്ഞു നിൽക്കുക, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാന്നായി. മൃഡനോടൊരിടം നിൽപ്പാനരുൾ ചെയ്തു അംബുജേക്ഷണൻ. പിന്നാലെ വെയിലത്തോടി ഉയർത്ത ധനുജേന്ദ്രനെ മഹാതേജസ്വിയാം ബ്രഹ്മചാരിയായി മുന്നിൽ വന്നുടൻ. അപ്പോൾ പരവശമായിട്ട് ഓടിത്തളർന്ന് വരുന്ന മൃഗാസുരൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഒരു ബ്രഹ്മചാരി ബാലനായിട്ട് അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ അരക്കിങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നു, നിവർന്നിങ്ങനെ നിന്നു. ശ്രദ്ധിക്കണം ഇവിടെ പറയണത്. മൃഡനോട് ഒരിടം നിൽപ്പാനരുൾ ചെയ്ത് അംബുജേക്ഷണൻ. പിന്നാലെ വെയിലത്തോടി ഉയർത്ത ധനുജേന്ദ്രനെ മഹാതേജസ്വിയാം ബ്രഹ്മചാരിയായി മുന്നിൽ വന്നുടൻ സ്വാഗതാസനപാദ്യാദിപൂർവം പൂജിച്ചു ഭംഗിയിൽ. ഭഗവാൻ ഒരു മിരട്ടി. എന്താ മിരട്ടൽ? എന്താ അങ്ങനെ ഓടിത്തളർന്ന് വരുന്നത്? മൃഗാസുര, എനിക്ക് തന്നെ ഒന്ന് പൂജിക്കണം. വരൂ, കൈകാല് കഴുകൂ, മുഖം കഴുകൂ, കുറച്ച് ജലം പാനം ചെയ്യൂ, ഇവിടെ ഇരിക്കൂ. ഇന്ന് ഞാനൊരു ബ്രഹ്മചാരി ആവുക കാരണം ലോകത്തിൽ വിശേഷപ്പെട്ടവരൊക്കെ ഒന്ന് കാല് കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ. ഒരു വ്രതമാണ് എൻ്റെ. ഇന്നിപ്പോൾ തന്നെ കിട്ടിയത്. വരൂ. അതിലയാൾ വീണു. ആരെ? മൃഗാസുരൻ. ചൊല്ലിനാൻ സ്വാഗതാസനപാദ്യാദിപൂർവം പൂജിച്ചു ഭംഗിയിൽ. ആരെ? ഭഗവാൻ എന്താ കാര്യം? പക്ഷേ ശിവനെ രക്ഷപ്പെടുത്തണ്ടേ? വേണ്ടേ? ചൊല്ലിനാൻ പുണ്ടരീകാക്ഷൻ പുകൾ പൂണ്ട മഹാപ്രഭോ വിശ്രമിക്കണം, ഈ വണ്ണം ക്ഷീണിപ്പിക്കരുത് ഈ ഉടൽ. ഇത് കേട്ടു. ഉടൽ കേടുവരുത്തരുതാ ഉള്ളതേ. ഞങ്ങളോടൊക്കെ ഭഗവാൻ എന്താ പറയാ, ഈ ഓടൽ ഇന്നല്ലെങ്കിൽ നാളെ ചീഞ്ഞു പോകേണ്ടതല്ലടാ. അതുകൊണ്ട് നീ സദാസേവ്യ ഭാഗവതം എന്ന് ഞങ്ങളോട് പറയാം. സജ്ജനങ്ങളോടൊന്ന്, ദുർജനങ്ങളോട് വേറൊന്ന് ഭഗവാൻ പറയാം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഓടി തളരരുത്. ഈ ശരീരമില്ലെങ്കിൽ നമ്മളെ ആരാ കണക്കാക്കുക? സുന്ദരിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ കാത്തിരിക്കണില്ലേ?
ചൊല്ലിനാൻ പുണ്ടരീകാക്ഷൻ പുകൾ പൂണ്ട മഹാപ്രഭോ, വിശ്രമിക്കണം ഈ വണ്ണം ക്ഷീണിപ്പിക്കരുത് ഈ ഉടൽ, പലർക്കും ഉപകാരത്തിനുള്ളതാണായതോർക്കണം. പലർക്കും ഉപകാരത്തിനുള്ളതാണായതോർക്കണം, കേൾപ്പാൻ പാടുള്ളതാണെങ്കിൽ അരുളിയിടണം ഒക്കെയും. ഇങ്ങനെ ഓടിത്തളരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് ഒന്ന് പറഞ്ഞാൽ തർക്കടില്ല എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നാളെ കാണാം.